fine and happy. In our last class, we started Chapter 2, the signature of time in social science second. Important points that we discussed are different lithospheric plate and diverse landforms are created along the plate margins by the movement of plates. Let's study in detail. You have also learned that the crust together with the upper part of the mantle is called lithosphere. ലിത്തോസ്ഫിയർ സെവറൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്, അനേകം കഷ്ണങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ആയിരക്കണക്കിന് കിലോമീറ്റർ വീതിയുള്ളതും 100 കിലോമീറ്റർ തിക്നെസ്സുമുള്ള ലിത്തോസ്ഫിയറിൻ്റെ ഭാഗങ്ങളെ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് കണ്ടെയ്ൻ കോമ്പിനേഷൻ ഓഫ് ഓഷ്യാനിക് ആൻഡ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ്. സമുദ്രഭാഗങ്ങളും വൻകര ഭാഗങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലുള്ള അസ്തനോസ്ഫിയറിന് മുകളിലാണ് കാണപ്പെടുന്നത്. ഭൂമിക്കുള്ളിലെ അത്യധികമായിട്ടുള്ള ചൂട് കാരണം മാൻറ്റലിൻ്റെ ഭാഗമായ മാഗ്മ ഉരുകിയ അവസ്ഥയിലാണ് ഉള്ളത്. കണ്ടിന്യൂസ് കൺവെക്ഷൻ നടക്കുന്ന ഭാഗമാണിത്. കണ്ടിന്യൂസ് കൺവെക്ഷൻ്റെ ഭാഗമായി ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നു. പ്ലേറ്റ്സ് മൂവ് അറ്റ് എ സ്പീഡ് ഓഫ് 2 centimeters to 12 centimeters in a year. The speed of movement has not always been uniform. Diverse landforms are created along the plate margins by the movement of plates. Different plate margins are convergent margin, divergent margin, transform margin. Plates move towards each other in convergent margin. ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് പരസ്പരം അടുത്തു വരുന്ന രീതിയിലുള്ള മൂവ്മെൻ്റാണ് കൺവെർജൻറ്റ് മാർജിനിൽ നടക്കുന്നത്. പ്ലേറ്റ്സ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ ഡൈവർജൻറ്റ് മാർജിൻ. ഡൈവർജൻറ്റ് മാർജിനിൽ പ്ലേറ്റ്സ് പരസ്പരം അകന്നു മാറുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഷീർ മാർജിൻ ഓർ ട്രാൻസ്ഫോം മാർജിൻ. പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ. പരസ്പരം ഉരഞ്ഞു നീങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ട്രാൻസ്ഫോം മാർജിൻ. കൺവെർജൻറ്റ് മാർജിൻ്റെ ഫലമായി ഫോൾഡ് മൗണ്ടൻസും ഡൈവർജൻറ്റ് മാർജിൻ്റെ ഫലമായി മിഡ് അറ്റ്ലാന്റിക് റിഡ്ജും ഫോം ചെയ്യുന്നതായിട്ട് ഫിഗർ 29A 29B എന്നീ പിക്ചേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കൺവെർജൻറ്റ് മാർജിൻ. Fold mountains are formed along the convergent margins. For example, the Himalaya is a fold mountain range formed between the Indian plate and the Eurasian plate. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റിനും ഇടയിലായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ഫോൾഡ് മൗണ്ടനാണ് ഹിമാലയം. കൺവെർജൻറ്റ് മാർജിനുകളിൽ 2 ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് പരസ്പരം അടുത്തു വരുന്ന സമയങ്ങളിലുണ്ടാകുന്ന കംപ്രഷൻ്റെ ഭാഗമായി റോക്ക് ലെയറിൽ ഫോൾഡിംഗ് സംഭവിക്കുന്നു. ഇതുമൂലം ഫോം ചെയ്യുന്ന മൗണ്ടൻ റേഞ്ചസ് ആണ് ഫോൾഡ് മൗണ്ടൻ റേഞ്ചസ്. The Himalaya, the Alps, the Andes, the Atlas, etc. are all fold mountains. If there is any difference in density between the plates among the convergent margin, the denser plate will submerge under the lighter one. These zones are called subduction zones. കൺവെർജൻറ്റ് മാർജിനിലെ പ്ലേറ്റുകൾ തമ്മിൽ ഡെൻസിറ്റി വ്യത്യാസമുണ്ടെങ്കിൽ ഡെൻസർ പ്ലേറ്റ് വിൽ സബ്മർജ് അണ്ടർ ദി ലൈറ്റർ വൺ. ഡെൻസിറ്റി കൂടിയ പ്ലേറ്റ് ഡെൻസിറ്റി കുറഞ്ഞ പ്ലേറ്റിനടിയിലേക്ക് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഏരിയയെ വിളിക്കുന്നതാണ് സബ്ഡക്ഷൻ സോൺ എന്ന്. Challenger deep in the Pacific Ocean is an example. Identify the plate responsible for this. Pacific and Philippine plates are responsible for this. Divergent movement. A 14 kilometer long north-south oriented mountain range has been formed in the Atlantic Ocean. This mountain range, known as the Middle Atlantic Ridge, has been formed as a result of the divergence of the African plate and South American plate. Magma comes out through the gap formed due to the divergence of plates and solidifies to form mountains. These mountains are generally known as Mid-Atlantic mountains. ആഫ്രിക്കൻ പ്ലേറ്റും സൗത്ത് അമേരിക്കൻ പ്ലേറ്റും പരസ്പരം തെന്നിമാറുന്നതിൻ്റെ പരസ്പരം അകന്നു പോകുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ലാൻഡ്ഫോമാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്നുള്ളത്. പ്ലേറ്റ്സ് പരസ്പരം അകന്നു പോകുന്ന വിടവിലൂടെ മാഗ്മ പുറത്തേക്ക് വരികയും തണുത്തുറഞ്ഞ്
മൗണ്ടൻസ് ആയിട്ട് രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഇത്തരം മൗണ്ടൻ റേഞ്ചസിനെ മിഡ് ഓഷ്യാനിക് മൗണ്ടൻസ് എന്നാണ് വിളിക്കുന്നത്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലായിരിക്കും ഇത്തരം മൗണ്ടൻസ് രൂപം കൊള്ളുക. സമുദ്രത്തിന് അടിഭാഗത്തായിട്ടാണ്, വെള്ളത്തിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇത്തരം മൗണ്ടൻസ് രൂപം കൊള്ളുന്നത്. ട്രാൻസ്ഫോം മാർജിൻസ്. Landforms are not generally created along the margins where the plates slide past each other, but such margins are fault zones. The San Andreas fault zone in North America is an example. പ്ലേറ്റ്സ് പരസ്പരം ഉരസി നീങ്ങുന്ന രീതിയിലുള്ള മൂവ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ലാൻഡ് ഫോമുകളൊന്നും ക്രിയേറ്റ് ആകുന്നില്ല. പ്ലേറ്റിൻ്റെ അരികുഭാഗം, പ്ലേറ്റ് മാർജിൻസ് വളരെ വേഗം മാറ്റത്തിന് വിധേയമാകുന്ന ഏരിയയാണ്. ട്രാൻസ്ഫോം മാർജിൻസിലെ പ്ലേറ്റ് മാർജിൻസ് ഫോൾട്ട് സോണാണ്. പെട്ടെന്ന് തന്നെ ഭ്രംശനം സംഭവിക്കുന്ന, പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുള്ള ബലം കുറഞ്ഞ ഒരു ഏരിയയാണ് ഫോൾട്ട് സോൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ട്രാൻസ്ഫോം മാർജിനിൽ പ്രത്യേകിച്ച് ലാൻഡ് ഫോം ഉണ്ടാകുന്നില്ലെങ്കിലും ഫോൾട്ട് സോണിനൊരു എക്സാമ്പിളാണ് സാൻ ആൻഡ്രീസ് ഫോൾട്ട് സോൺ, നോർത്ത് അമേരിക്കയിലെ സാൻ ആൻഡ്രീസ് ഫോൾട്ട് സോൺ. The major relief feature on Earth's surface such as fault mountains, plateaus and volcanoes are the result of plate movements. ഭൂമിയുടെ ഉപരിതലത്തിലെ വലിയ ഭൂരൂപങ്ങളായിട്ടുള്ള ഫോൾഡ് മൗണ്ടൻസ്, പ്ലാറ്റ്യൂസ് ആൻഡ് വോൾക്കാനോസ് ഇതെല്ലാം പ്ലേറ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. ഇത് കൂടാതെ, പ്ലേറ്റ് മൂവ്മെൻറ്റുകളെ കൂടാതെ വേറെ എന്തെല്ലാമാണ് എർത്ത് സർഫസിൽ ചേഞ്ചസ് വരുത്തുന്നതെന്ന് നോക്കാം. എർത്ത് മൂവ്മെൻറ്റ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എൻഡോജനിക് ഫോഴ്സസും എക്സോജനിക് ഫോഴ്സസും. എൻഡോജനിക് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഇൻസൈഡിൽ നടക്കുന്നത്, ഭൂമിക്കുള്ളിൽ നടക്കുന്ന ഫോഴ്സസ് ആണ് എൻഡോജനിക് ഫോഴ്സസ്. എക്സോജനിക് ഫോഴ്സസ് ഔട്ട്സൈഡ് നടക്കുന്ന ഫോഴ്സസ് ആണ്. എൻഡോജനിക് ഫോഴ്സസിന് തന്നെ ഡയാസ്ട്രോഫിക് മൂവ്മെൻ്റ് എന്നും സഡൻ മൂവ്മെൻ്റ് എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഡയാസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് വളരെ സ്ലോലി നടക്കുന്ന മൂവ്മെൻറ്റ്സ് ആണ് ഡയാസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ്. സഡൻ മൂവ്മെൻറ്റ്, അതിന് എക്സാമ്പിൾസാണ് വോൾക്കാനിക് ഇറോപ്ഷൻ, എർത്ത് ക്വേക്ക് എന്നിവ. ഡയാസ്ട്രോഫിക് മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ് പ്ലേറ്റ് മൂവ്മെൻറ്റ്സ്. വളരെ വർഷങ്ങൾ കൊണ്ടാണ് പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് നടക്കുന്നത് അല്ലേ. അപ്പോൾ അത് വളരെ സാവധാനത്തിലുള്ളതാണ് ഡയാസ്ട്രോഫിക് എന്നത്. എക്സോജനിക് ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ പുറത്തുള്ള, ഔട്ട്സൈഡിലുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് റണ്ണിങ് വാട്ടർ, വിൻഡ്, അങ്ങനെയുള്ള ഫോഴ്സിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ എർത്തിൽ ധാരാളം ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ആകുന്നുണ്ട്. അതാണ് എക്സോജനിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Endogenic forces are those which are inside or beneath the surface of the earth, and exogenic forces are those which are on the surface of the earth. This causes two types of endogenic forces: slow forces and sudden forces. Slow forces, as you can see, cause the formation of mountains. This is how the Himalayas were formed. Sudden forces result in volcanic eruptions and earthquakes. Now, exogenic forces act on the surface of the earth, and these are visible to us. For example, the movement of wind, rivers, and sea waves change the surface of the land. Mountains become plateaus over time. Rivers erode mountains to form valleys and plains. So we learned about how mountains, volcanoes, and earthquakes result from endogenic forces, whereas exogenic forces erode mountains over time into plateaus, plains, and valleys. Next is earthquake. You have understood that most of the earthquakes concentrate along plate margins. What is an earthquake? Rocks in the deeper interior of the earth undergo displacement and fall due to plate movements and other causes. ഭൂമിയുടെ ആഴങ്ങളിൽ പ്ലേറ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് റോക്സിന് ഡിസ്പ്ലേസ്മെൻറ്റ്,
സ്ഥാനമാറ്റവും അതിൻ്റെ ഭാഗങ്ങൾ പൊട്ടിത്തകരുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ലിത്തോസ്ഫിയറിൽ ശക്തമായിട്ടുള്ള പ്രഷർ അനുഭവപ്പെടുകയും ഒരു കുളത്തിലെ വെള്ളത്തിൽ ഭാരമുള്ള വസ്തു വീഴുമ്പോൾ സർക്കിൾ ഷേപ്പിൽ വേവ്സ് ഫോം ചെയ്യുന്നത് പോലെ സീസ്മിക് വേവ്സ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ സീസ്മിക് വേവ്സ് സ്പ്രെഡ് ടു ഓൾ ഡയറക്ഷൻസ്. ദീസ് വേവ്സ് ക്രിയേറ്റ് ട്രിമോഴ്സ് ഓൺ എർത്ത് സർഫസ്. ഈ പ്രകമ്പനങ്ങൾ എർത്ത് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. റീസൺസ് ഓഫ് എർത്ത് ക്വേക്ക്: പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് ആൻഡ് ഫോൾട്ടിംഗ്, കൊളാപ്സ് ഓഫ് റൂഫ് ഓഫ് മൈൻസ്, പ്രഷർ ഇൻ റിസർവോയേഴ്സ്, വോൾക്കാനിക് ഇറോപ്ഷൻ. എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. പ്ലേറ്റ് മൂവ്മെൻറ്റ്സ്, അതുപോലെ പ്ലേറ്റ്സിൻ്റെ ഭാഗങ്ങളെല്ലാം തകർന്നു വീഴുന്നത്. കൊളാപ്സ് ഓഫ് റൂഫ് ഓഫ് മൈൻസ്, ഗനികളുടെ മേൽക്കൂരയെല്ലാം ഇടയ്ക്ക് ഇടിഞ്ഞു വീഴാറുണ്ട്. അങ്ങനെ ഗനികളുടെ മേൽക്കൂര ഇടിഞ്ഞു വീഴുമ്പോഴേക്കും ഗനി ഒത്തിരി ആഴത്തിലാണല്ലേ, അപ്പോൾ അത്രയും ആഴത്തിലേക്ക് വീഴുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് വലിയ പ്രഷറായിരിക്കും. ആ പ്രഷർ സീസ്മിക് വേവ്സ് ജനറേറ്റ് ചെയ്യുന്നതിന് കാരണമാകാറുണ്ട്. പ്രഷർ ഇൻ റിസർവോയേഴ്സ്, ജലസംഭരണികളിൽ, നമ്മളുടെ ഡാമുകളിലൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ വളരെ പ്രഷറാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പ്രഷർ എർത്ത് ക്വേക്കിന് കാരണമാകാറുണ്ട്. വോൾക്കാനിക് ഇറോപ്ഷൻ, അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എർത്ത് ക്വേക്സ് ഉള്ള സാധ്യതയുണ്ട്. The deep point inside the earth where earthquakes occur are known as focus, and the point vertically above it on the earth surface is known as epicenter. ഭൂമിയുടെ ആഴങ്ങളിൽ എർത്ത് ക്വേക്സ് ഒക്കർ ചെയ്യുന്ന ആ ഭാഗത്തെ, ആരംഭിക്കുന്ന ആ ഭാഗത്തെയാണ് ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അതിന് നേർമുകളിൽ സ്ഥിതി ചെയ്യുന്ന എർത്ത് സർഫസിലുള്ള ഭാഗത്തെ എപ്പിസെൻറ്റർ എന്ന് വിളിക്കുന്നു. 3 types of waves are produced from the focus during the earthquake: primary waves, secondary waves, and surface waves. The surface waves are the most destructive one. The seismic waves are recorded by an instrument called seismograph. The Richter scale measures the intensity of energy released at the time of earthquake. The earthquake that occurred in Chile has been the most severe one. It recorded an intensity of 9.5 in the Richter scale. എർത്ത് സമയങ്ങളിൽ ഫോക്കസിൽ നിന്നും 3 ടൈപ്പിലുള്ള വേവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്, സർഫസ് വേവ്സ്. ഇതിൽ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത്, ഏറ്റവും നാശകാരിയായിട്ടുള്ളത്, വിനാശകാരിയായിട്ടുള്ളത്, ഏറ്റവും നാശം വരുത്തി വയ്ക്കുന്നത് സർഫസ് വേവ്സ് ആണ്. Seismic waves are recorded by an instrument called seismograph. Richter scale measures the intensity of energy released at the time of earthquake. ഭൂകമ്പ സമയത്ത് പുറപ്പെടുന്ന എനർജിയുടെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത അളന്ന് തിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് റിക്ടർ സ്കെയിലാണ്. ഇതുവരെ ഏറ്റവും തീവ്രത കണക്കാക്കിയിട്ടുള്ളത് ചിലിയിലുണ്ടായ എർത്ത് ക്വേക്കിനാണ്. റിക്ടർ സ്കെയിലിൽ 9.5 ആയിരുന്നു അതിൻ്റെ ഇൻറ്റൻസിറ്റി. Tremor waves originating due to earthquakes, volcanic eruption, meteors impact in the ocean floor generate huge sea waves rising to several meters. Such waves are called tsunami. It is in the coastal regions mainly affected by the disastrous effects of tsunami. സമുദ്രാന്തർ ഭാഗത്തുണ്ടാകുന്ന എർത്ത് ക്വേക്സ്, അതുപോലെ വോൾക്കാനിക് ഇറോപ്ഷൻ, ഇതെല്ലാം പലപ്പോഴും ഇതുപോലെയുള്ള വലിയ തിരമാലകൾ, അനേകം മീറ്ററുകളോളം ഉയർന്നു പൊങ്ങുന്ന രീതിയിലുള്ള ഭീമൻ തിരമാലകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട്. സുനാമി എന്നുള്ള ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം തുറമുഖ തിരമാല എന്നാണ്. 2004 ഡിസംബർ 26-നുണ്ടായ സുനാമി കേരള കോസ്റ്റിനെ വളരെയധികം അഫക്റ്റ് ചെയ്തു. അതിൻ്റെ ഒറിജിൻ ഇന്ത്യൻ ഓഷ്യനിലെ ഇന്തോനേഷ്യയിലെ സുമാത്രയിലുണ്ടായ എർത്ത് ക്വേക്ക് ആയിരുന്നു. ഇന്ത്യയുടെ കോസ്റ്റൽ ഏരിയാസിനെയും ശ്രീലങ്കയുടെ കോസ്റ്റൽ ഏരിയാസിനെയും അത് വളരെയധികം അഫക്റ്റ് ചെയ്തു. Tsunami surveillance and warning systems are widely in operation today. This system aims to identify the area prone to tsunami and also extend warnings to the coastal areas so as to prevent loss of life. On behalf of National Oceanic and Atmospheric Administration,
NOAA, a real-time tsunami monitoring system named DART, Deep Ocean Assessment and Reporting of Tsunami, has been established at various locations. Satellite communication systems are being utilized for this purpose. What are the measures we can take to mitigate the impact of tsunami? സുനാമിയുടെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ തീവ്രത, റെഡ്യൂസിങ് ദി സിവിയറിറ്റി, അത് തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സുനാമിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ, മുൻകരുതലുകൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. റിസഷൻ ഇൻ സീ ലെവൽ മേ ബി ആൻ ഇൻഡിക്കേറ്റർ ഓഫ് സുനാമി. ഇഫ് സോ മൂവ് ഓൺ ടു സേഫർ ലൊക്കേഷൻസ്. കടൽ ഉൾവലിയുന്ന, കടലിലെ വെള്ളം താഴേക്ക് ഒത്തിരി കുറഞ്ഞു പോകുന്ന ഒരു പ്രതിഭാസം സുനാമിക്ക് തൊട്ട് മുൻപായിട്ട് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ കാണുമ്പോഴേക്കും നമ്മൾ സേഫർ ലൊക്കേഷൻസിലേക്ക് മാറുക. ടേക്ക് ഒഫീഷ്യൽ വാർണിംഗ് സീരിയസ്ലി. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളെല്ലാം വളരെ കൃത്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കുക. Don't arrive at a self-conclusion that the dangerous situation is over. Wait for official declaration. ഇപ്പോൾ ചെറിയ എന്തെങ്കിലും കാണുമ്പോഴേക്കും ഇപ്പോൾ കുഴപ്പമില്ല, ഇനി കുഴപ്പമില്ല എന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ടൊരു കൺക്ലൂഷനിൽ എത്താതെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ, ഒഫീഷ്യലായിട്ടുള്ള പ്രസ്താവനകൾ നമ്മൾ അനുസരിക്കുക. Once trapped by tsunami wave, try to escape holding any floating material firmly. നമ്മളിപ്പോൾ സുനാമിയിൽ ഉൾപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും പൊങ്ങിക്കിടക്കുന്ന വസ്തുവിൽ പിടിച്ച് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. NCC, Red Cross and other voluntary organization has important role in disaster management activities in tsunami affected regions. You can also participate in such disaster management operations. You have learned that the plate margins are active with volcanoes. Look at the picture. Haven't you noticed the hot melted rock that comes out through the fissures on the crust? Volcanoes are formed by melted rock materials coming out through the fissures along the plate margins. Nearly 80% of world's volcanoes are situated around the Pacific Ocean. This zone containing more than 452 volcanoes is known as the Pacific Ring of Fire. ലോകത്തിലെ 80% വോൾക്കാനോസും കാണപ്പെടുന്നത് പസഫിക് ഓഷ്യൻ്റെ അതിർത്തി പ്രദേശങ്ങൾക്ക് ചുറ്റുമാണ്. ഏകദേശം 452-ലധികം വോൾക്കാനോസ് ഉൾക്കൊള്ളുന്ന ഈ ഭാഗത്തെ പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വോൾക്കാനോസ് മനുഷ്യജീവന് ഭീഷണിയാണെങ്കിലും മനുഷ്യർക്ക് പല വിധത്തിൽ ഉപകാരപ്രദവുമാകാറുണ്ട്. Don't you want to know how they are useful to man? The soil formed by the weathering of lava rock is fertile. Example, black soil of Deccan Plateau. Volcanic ash is a good manure. Geysers are formed in many volcanic regions. Such regions are being developed as tourist centers. Example, Old Faithful Geyser, Yellowstone National Park, North America. വോൾക്കാനോ സമയത്തെ ലാവ പൊടിഞ്ഞുണ്ടാകുന്ന സോയിൽ, ബ്ലാക്ക് സോയിൽ വളരെ ഫലഭൂഷ്ടമായിട്ടുള്ളതാണ്, ഫെർട്ടൈൽ ആയിട്ടുള്ളതാണ്. ഡെക്കാൻ പ്ലാറ്റുവിലെ ബ്ലാക്ക് സോയിൽ ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. വോൾക്കാനിക് ആഷ് ഈസ് എ ഗുഡ് മാനുവർ. വോൾക്കാനോയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചാരം വളരെ നല്ല വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വോൾക്കാനോ പ്രദേശങ്ങളിൽ പലയിടത്തും ഗീസറുകൾ രൂപം കൊള്ളാറുണ്ട്, ചൂട് നീരുറവകൾ രൂപം കൊള്ളാറുണ്ട്. അത് കാണുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ എത്താറുണ്ട്. അപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് നോർത്ത് അമേരിക്കയിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസർ, യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്, നോർത്ത് അമേരിക്കയിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസറാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. The Ring of Fire, a path that traces the boundaries between several tectonic plates around the Pacific Ocean, contains about 75% of the planet's volcanoes. There are several types of volcanoes, primarily classified by shape and size. Major types include stratovolcanoes, which often appear as tall, steep mountains; shield volcanoes, which are flatter and dome-shaped; calderas, which are large depressions in the ground; and mid-ocean ridges, which are underwater chains of volcanic mountains. No matter their shape or size, all volcanoes emit gas and molten rock.
The journey of these emissions begins deep underground in the Earth's core. The core, which can burn as hot as the surface of the sun, transfers its heat to the surrounding rocky mantle. In doing so, the heat melts some of the rock. This molten rock, or magma, is lighter than the surrounding solid rock layer, so it rises through the mantle. The magma then escapes through vents in the Earth's crust, causing volcanic eruptions. Now above ground, this magma is referred to as lava, and it can reach temperatures of over 2,000 degrees Fahrenheit. In addition to lava, volcanoes may erupt with searing hot gas formed in the mantle.